ചെമ്മീനോണ്ട് ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയൂലേനു കേട്ടോ. ഉണ്ടാക്കി നോക്കിയപ്പം അടിപൊളി. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ചെമ്മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിൽ ഉപ്പൊക്കെ നല്ലോണം ഒന്ന് കുഴച്ച് സെറ്റാക്കി ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്ത് അത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് റെസ്റ്റിന് വെക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് സവാളയും തക്കാളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പും പുതിനയും ഇട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചെടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ട് കൈകൊണ്ട് നല്ലോണം കുഴച്ച് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് കുക്കറിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് മസാലാക്കി വെച്ച് ചെമ്മീൻ അതിലേക്ക് ഇട്ട് 2 ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ചെമ്മീൻ അതിൽ നിന്ന് മാറ്റിയതിനു ശേഷം മസാലാക്കി വെച്ച് മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് 2 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം കുക്കറിലേക്ക് ഒഴിച്ച് വെള്ളം നല്ലോണം തളിച്ച് വന്നതിന് ശേഷം അരി മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഉപ്പും മസാലയൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയതിനു ശേഷം കുറച്ച് നാരങ്ങനീരും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് പൊരിച്ച് വെച്ച ചെമ്മീൻ മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് 2 വിസിലടിപ്പിച്ചെടുത്താൽ നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി വരും കേട്ടോ. എന്നിട്ട് ആവിയൊക്കെ പോയതിനു ശേഷം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് റൈസും ചെമ്മീനും ഒക്കെ ഇട്ട് അവിടെ ഇരുന്ന് കഴിച്ചപ്പം എന്റെ ചെങ്ങായിമാരെ അടിപൊളി ട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.